അങ്ങനെ കാനഡയിലെത്തി നമ്മുടെ ആദ്യത്തെ സ്നോഫോൾ ആയിരുന്നു ഇന്ന്. ഇന്നിപ്പം ഡിസംബർ 20 ഈ വീഡിയോ എടുത്തത് ഡിസംബർ 20. ഏകദേശം വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പം മെല്ലെ മെല്ലെ സ്നോ ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പോഴൊക്കെ ഭയങ്കര മെല്ലെയായിരുന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതിങ്ങനെ കട്ടി കൂടി വന്നു. ഇപ്പം ഏകദേശം ഇത് കഴിയാനായി. ഇപ്പം ചെറുതായിട്ടേ കാണുന്നുള്ളൂ. രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പം അതിശക്തമായിട്ട് സ്നോ പെയ്യാൻ തുടങ്ങി. ഈ വിൻഡോയിലൂടെ നിങ്ങൾക്ക് ഇപ്പം കാണാം, പുറത്ത് നല്ല തകർപ്പനായിട്ട് സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിയിപ്പോൾ ഇങ്ങനെ കൂടിക്കൂടി വരികയുള്ളൂ, ഇനി കുറയാൻ സാധ്യത ഇപ്പം കാണുന്നില്ല. വെതർ ഫോർകാസ്റ്റ് പ്രകാരവും രാവിലെ വരെ സ്നോ ഉണ്ടാവാനാണ് അതിൽ പറയുന്നത്. ഇപ്രാവശ്യത്തെ സ്നോ ക്രിസ്മസിനോട് അടുപ്പിച്ചാണ്. അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ക്രിസ്മസ് ലൈറ്റ്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രധാന ആൾക്കാരുടെ വിനോദമാണല്ലോ വീട് നന്നായിട്ട് അലങ്കരിക്കല്. എല്ലാ വീട്ടിലും നന്നായിട്ട് തന്നെ ലൈറ്റൊക്കെ ഉണ്ട്. ഇതിപ്പം ഒരു ഏർലി മോർണിംഗ് 5 o'clock എടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത്. രാവിലെ ആയതുകൊണ്ടാണ് ആരും ലൈറ്റൊന്നും ഓണാക്കാത്തത്. അതായത് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും ലൈറ്റൊക്കെ ക്ലോസ് ചെയ്യും. അങ്ങ് അറ്റത്ത് ഒരു 2 വീട്ടിൽ ലൈറ്റ് എടുക്കുന്നുണ്ട്, ക്രിസ്മസ് ലൈറ്റ്സ്. ഇപ്പം രാവിലെയും സ്നോ ഇങ്ങനെ ചെറുതായി വന്നുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ നിന്നിട്ടില്ല. അപ്പം ഇങ്ങനെ സ്നോ ഒക്കെ പെയ്യുന്നുണ്ട്. ഞാനൊരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് മുതൽ. ഇതാണ് ആ ജോലി, ഈ മഞ്ഞ് കോരൽ. ഇനി അടുത്ത 6 മാസത്തേക്ക് ഡെയിലി രാവിലെയുള്ള ഒരു റുട്ടീനാണിത്. ഇത് മഞ്ഞിപ്പം കോരിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഡ്രൈവേ കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള ഇറക്കാണ്, എന്തായാലും മുഖം കുത്തി വീഴുന്ന ഉറപ്പാണ്. അങ്ങനെ മഞ്ഞൊക്കെ കോരി ഞങ്ങൾ മെല്ലെ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഈ സ്നോഫാളിന്റെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ രസിക്കാന്നുള്ള രീതിയിൽ വണ്ടി എടുത്ത് ഇങ്ങനെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. പറഞ്ഞ പോലെ പുറത്തൊക്കെ നല്ല സ്നോ ഉണ്ട്. നമ്മുടെ ഏരിയയിൽ കുറവായിരുന്നു. അവിടെ നിന്ന് കുറച്ച് പുറത്തേക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു വീട്ടിലൊക്കെ വന്നപ്പം അവിടെയൊക്കെ നല്ല ശക്തമായ സ്നോ ആയിരുന്നു. ഇതിപ്പം രാവിലെ ഒരു 8:30 ഒക്കെ ആയിട്ടുണ്ട്. ഇതുവരെ ഇവിടെ മുനിസിപ്പാലിറ്റിക്കാരൊന്നും വന്നതൊന്നും സ്നോ ഒന്നും ക്ലിയർ ചെയ്തിട്ടില്ല. അവർ വരുമായിരിക്കും. ഇന്ന് ഫസ്റ്റ് സ്നോ ആയതുകൊണ്ട് അവരൊക്കെ ബിസി ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ നിന്ന് ഞങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് മഞ്ഞൊക്കെ പാരി കളിച്ച് അതിനുശേഷം അതിൻ്റെ അടുത്തുള്ളൊരു പാർക്കിലേക്ക് പോയി. അവിടെയൊക്കെ നന്നായിട്ട് തന്നെ സ്നോയിൽ മൂടിക്കിടക്കുന്നു. നമ്മൾ ഈ സൗദി അറേബ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ സൗദി അറേബ്യയുടെ ചില ഏരിയകളിൽ അതിശക്തമായ സ്നോഫോൾ കാണും. ഈ അബുഹ പോലുള്ള സ്ഥലങ്ങളൊക്കെ പോയാൽ എന്താ പറയുക, വണ്ടിയൊന്നും നമുക്ക് ഓടിക്കാനേ പറ്റില്ല, കാലിൻ്റെ മുട്ടറ്റം വരെ സ്നോ ആയിരിക്കും. അതേപോലെ ഉണ്ട് ഇവിടെയൊക്കെ കാണുമ്പോൾ. അപ്പൊ ഇന്ന് മുതൽ അടുത്തൊരു 6 മാസത്തേക്ക് മഞ്ഞിന്റെ കാഴ്ചകൾ തുടങ്ങുകയാണ്. തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു. കൂടുതൽ എക്സൈറ്റിംഗ് ആയ സ്നോഫോൾ കാഴ്ചകളുമായി വീണ്ടും കാണാം. അപ്പോൾ ആരും മറക്കണ്ട, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ലൈക്കണം, കമന്റും ലൈക്കും എല്ലാം ഇടാൻ മറക്കണ്ട. അപ്പോൾ ശരി, ഓക്കെ.